ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നും ശസ്ത്രക്രിയ നാളെ നടക്കുമെന്നും എറണാകുളം അമൃത ആശുപത്രി അധികൃതർ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉഷയുടെ മകൻ ഷിബിൻ പറഞ്ഞു. സിസ്റ്റം നേരെയാകണമെങ്കിൽ മന്ത്രിമാരും സർക്കാരും മാറണമെന്ന് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും പ്രതികരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അർദ്ധരാത്രിയോടെ പ്രവേശിപ്പിച്ച ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഗാസ്ട്രോ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉഷയുടെ ശസ്ത്രക്രിയ CT സ്കാൻ ഫലത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെ രംഗത്തുവന്ന ഉഷയുടെ മകൻ ഷിബിൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി. ഇതിപ്പോ നമുക്ക് വന്ന പോലെ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിപ്പോ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് നടപടി നമുക്ക് വേണമല്ലോ. അല്ലെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് അവരുടെ ഭാഗത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മാറിയിക്കാൻ പറ്റത്തില്ലല്ലോ. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും ഷാനിമോൾ ഉസ്മാനും ആശുപത്രിയിലെത്തി ഉഷയെ സന്ദർശിച്ചു. സിസ്റ്റം നന്നാകണമെങ്കിൽ സർക്കാർ മാറണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി കെ സി വേണുഗോപാലും രംഗത്തെത്തി. സിസ്റ്റം നേരെയാവണമെങ്കിൽ ഇവരൊക്കെ മാറണം. ഇനി ആരോഗ്യവകുപ്പിൽ നിന്ന് വീണ ജോർജ് തന്നെ മാറിയാലേ ഈ സിസ്റ്റം ശരിയാവുള്ളൂ. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സ്ഥലങ്ങളിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്ര അനാസ്ഥയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പുതിയ ആരോഗ്യരംഗം. പബ്ലിസിറ്റി അല്ലല്ലോ, ഇതാണ് റിയാലിറ്റി. CT സ്കാൻ വഴി ഉഷയുടെ വയറ്റിൽ കത്രിക ഏതു ഭാഗത്താണെന്ന് വ്യക്തമായ ശേഷമാകും ശസ്ത്രക്രിയയിൽ തീരുമാനമെടുക്കുക. മീഡിയ 1 കൊച്ചി.